നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ജെയ്മോൻ, ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് അനിറ്റ ജെയ്മോൻ. ഞങ്ങൾ രണ്ടുപേരും ലൈഫ് കോച്ചസും ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസുമാണ്. നമ്മൾ എന്താ ചെയ്യണത്? നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാൻ, നിങ്ങളുടെ ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുക ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡേ 5 ആണ്. ഇന്നത്തെ ദിവസം ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഇതിനേക്കാൾ വലുത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസേർവിങ് ആണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് നടക്കണില്ല? അങ്ങനെ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് ഡേ 1 വീഡിയോ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ജേർണി ആയിട്ടാണ് പോണേ. ഡേ 1 ചെയ്യുക, അതിൻ്റെ അസൈൻമെൻറ്റ് ചെയ്യുക, ഡേ 2 കാണുക, ഡേ 3 കാണുക, ഇന്ന് ഡേ 4 കാണുക. ഇന്ന് ഡേ 5 നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഡേ 5 കാര്യം ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ അബണ്ടൻസിലേക്ക് എത്താൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഡേ 4 ആയിരുന്നു. നമ്മൾ ഇന്നലെ ചെയ്തത് എന്താണ്? നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള 108 കാര്യങ്ങൾ മിനിമം ഫ്രീ ആയിട്ട് ലഭിച്ച കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. ബൈ ഹോപ്പ് നിങ്ങളതൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. എനിക്ക് അത് എഴുതിയിട്ടുണ്ടല്ലോ, ഒത്തിരി സന്തോഷം തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഫ്രീ ആയിട്ട് കിട്ടണേ. അത്രയും അബണ്ടൻസാണ് നമ്മുടെ ലൈഫിൽ ദൈവവും യൂണിവേഴ്സും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് പോലും നമ്മൾക്ക് വേണ്ടിയിട്ട് നൽകണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ എക്സസൈസിൽ നമ്മൾ ചെയ്യാൻ പണിതെന്നറിയാമോ? ഇത് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണ ഒരു ബ്യൂട്ടിഫുൾ എക്സസൈസാണ്. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോണത് 108 കാര്യങ്ങൾ. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര റിച്ചാണ്. ഞാൻ ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഈ ഒരു കോട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടുന്ന ഡ്രസ്സ്, എൻ്റെ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രൈപോഡ്, എഗെയിൻ ഞാൻ ഇന്ന് UK ഒരു ട്രാവലിലാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ റൂം, ഇത് ഞാനൊരു മാസങ്ങൾക്ക് മുമ്പ് പർച്ചേസ് ചെയ്തതാണ്. എഗെയിൻ ബുക്ക് ആവാം, ട്രാവൽ ടിക്കറ്റ് ആവാം, കഴിക്കുന്ന ആഹാരമാകാം, നമ്മൾ പോകുന്ന വാഹനം മേടിക്കുന്നതാവാം, സ്കിൻ കെയർ ആവാം. അപ്പോൾ നമ്മുടെ സ്നേഹിക്കുന്ന ഈ ഒരു കോസ്കോയിൽ പോയിട്ട് ശരിക്കും ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അത്രയധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എഗെയിൻ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നാളെ സ്കോട്ട്ലൻഡിലേക്ക് പോവാണ്. ആ സ്കോട്ട്ലൻഡിൽ പോകാനായിട്ട് റെൻ്റേ കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ മെർസിഡസ് ബെൻസ്, എൻ്റെ വോക്സ് വാഗൻ, എൻ്റെ ബിസിനസ്, എന്തോരം ലിസ്റ്റാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രൗഡാണ്. എൻ്റെ മൊബൈൽ ഫോൺ, സോ ദ ലിസ്റ്റ് ഇസ് ബേസിക്കലി എൻഡ്ലെസ് ആണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തീരൂല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, സാധാരണ നമ്മൾ മനുഷ്യർ ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വേണം, വാട്ട് ഐ വോണ്ട്. നമ്മൾ പറയും ഐ നീഡ് മോർ മണി ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഇത് കൂടുതലുണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ മൈൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു ലാക്ക് എന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു സ്കാർസിറ്റിയുടെ ഒരു ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ വളരെ താഴ്ന്ന ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് വരും? നമ്മളുടെ വൈബ്രേഷൻ ദാറ്റ് ഇസ് ഐ ഓൾറെഡി ഹാവ്, ഞാൻ ഓൾറെഡി സപ്പോർട്ടഡ് ആണ്, ഐ എം ഓൾറെഡി എക്സ്പീരിയൻസിങ് അബണ്ടൻസ് ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവിടെ നിന്ന് നമ്മൾ നേരെ ഷൂട്ടപ്പ് ചെയ്ത് അബണ്ടൻസ് എന്ന് പറയുന്നത് പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നാളെ കിട്ടുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചർ മണി എന്ന് പറയുന്നതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. പക്ഷെ റിയലി എന്താണ് അബണ്ടൻസ്? ഇന്ന് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ ആ ഫീലിംഗ് ആണ് അബണ്ടൻസ്. അതെ. അപ്പൊ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു നന്ദി, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, വെൻ യു ഗിവ് ദാറ്റ് ഇസ് വാട്ട് യു കോൾ ആസ് അബണ്ടൻസ്. അപ്പൊ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നന്ദിയുള്ളവരിലേക്ക് വീണ്ടും 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 സമൃദ്ധി കടന്നു വരും. നന്ദി കെട്ടവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉള്ളതും കൂടി എടുത്തിട്ട് പോകുമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സസൈസ് 100% ആത്മാർത്ഥമായിട്ട് നിങ്ങളിങ്ങനെ എഴുതാൻ തുടങ്ങുക. നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, റിച്ച്നെസ്
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫ്ലോ ചെയ്യണത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ അനീറ്റ? ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്ന ഫീലിംഗ്? ദാറ്റ് ഐ ആം റിച്ച്. അപ്പോൾ ഒന്ന് താഴെ കമൻറ്റിൽ എഴുതിയ ദാറ്റ് ഐ ആം റിച്ച്. കാരണം ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ ഡെസ്പിറേഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പം എനിക്കുള്ളത് അപ്രിസിയേഷനാണ്. ദാറ്റ് ഐ ഫീൽ റിച്ച് ഇൻസൈഡ് ആൻഡ് ഐ ഫീൽ റിച്ച് ഔട്ട്സൈഡ്. അപ്പം നമുക്ക് അകത്ത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് പുറത്തേക്ക് കൊടുക്കണം, നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ, അകത്ത് ധാരണകൾ മാറുമ്പോൾ പുറത്ത് നമുക്ക് എന്താവും, നമ്മളുടെ ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ആ റിയാലിറ്റി അട്രാക്ട് ചെയ്യാൻ ഇന്ന് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം, അബണ്ടൻസ് വേണം, നിങ്ങളുടെ ലൈഫ് മാറ്റണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല കോച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജീവിതം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാരണകളെ മാറ്റിയാൽ മാത്രമേ ജീവിതം മാറുള്ളൂ. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുക. അപ്പം അടുത്ത 2 ദിവസം നിങ്ങൾ ഈ ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് മിനിമം 108 തവണ നിങ്ങൾ എഴുതുക. അതിന് എക്സ്പെഷ്യലി ശ്രദ്ധിക്കുക, ഇത് ഒരു തവണ ചെയ്ത് നിർത്തുന്ന ഒരു എക്സസൈസ് അല്ല. ഇന്നത്തെ ദിവസം കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതോ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കഴിച്ച ചായക്ക് വേണ്ടി ആയിരിക്കും, ഒരു കട്ട്ലറ്റ് മേടിച്ച് കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി, അതെ, എന്ത് കാര്യങ്ങൾ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചു, അത് ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവാം, നെസസിറ്റി ആവാം, എന്ത് കാര്യം ആവട്ടെ, അത് നിങ്ങൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓ എൻ്റെ ലൈഫിൽ എത്രമാത്രം കാര്യങ്ങൾ എൻ്റെ ലൈഫിലുള്ളത്. അപ്പം ഈ ഒരു ഫീലിംഗ് ഭയങ്കര പവർഫുള്ളാണ്. ഈ ഫീലിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മളുടെ എനർജി മാറും. ഈ എനർജി മാറുമ്പോഴാണ് പുതിയ റിയാലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഐ ആം റിച്ച് എന്ന് പറഞ്ഞ് താഴെ കമൻറ്റിൽ എഴുതിയിട്ട് 108 തവണ മിനിമം എഴുതുക. അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സസൈസ് സ്കിപ്പ് ചെയ്യരുത്. ഒറ്റ ദിവസം ആക്കരുത്, നാളെ എഴുതണം. അതെ. അപ്പോൾ എന്നിട്ട് താഴെ കമൻറ്റിൽ വന്നിട്ട് പറയുക എഴുതിയ ശേഷം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഷീജമാമ ഞാനും ഈ ഒരു 15 ദിവസം നിങ്ങൾക്ക് വേണ്ടി ക്യൂറേറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. ഞങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് കാര്യം കൂടുതൽ ആൾക്കാരിലേക്ക് ഞങ്ങളുടെ മിഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഈ ഒരു കേരളത്തിലുള്ള ഓരോ വീടുകളിൽ അത് അറിയാനും അതെങ്ങനെ അവരുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാനും വേണ്ടി നമ്മുടെ എല്ലാവരുടെ അവകാശമാണ്. അത് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രാക്ടീസിലേക്ക് പോകണം. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾ, ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ലൈഫിൽ പണത്തിനെ കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു മൈൻഡ് സെറ്റ് ഒക്കെ പോസിറ്റീവ് ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലിയോ ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അവർക്ക് വേണ്ടി വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. എന്നിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ദാറ്റ് ഐ ആം റിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സീരീസിന്റെ 5ാമത്തെ ദിവസമായി. ഹൗ ആർ യു ഫീലിംഗ്? നിങ്ങൾക്കൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കാര്യം ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റുകൾക്ക് ഞങ്ങളൊരു വോയിസ് ക്ലിപ്പൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ കമൻറ്റ് കാണാൻ വേണ്ടി വി ആർ വെയിറ്റിംഗ്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ വളരെ പവർഫുൾ ആയിട്ട് 6ാമത്തെ ദിവസത്തിൽ കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ബൈ.